ആദിത്യ ബിർള ഗ്രൂപ്പിനെ $60 ബില്യൺ മൂല്യമുള്ള ആഗോള സ്ഥാപനമായി വളർത്തുകയും വ്യവസായ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പത്മഭൂഷൺ പുരസ്കാരം നേടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുകയും പൊതുജനാരോഗ്യ മേഖലയിലെ സംഭാവനകൾക്ക് പത്മഭൂഷണും പത്മശ്രീയും നേടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഓട്ടോമൊബൈൽസ്, ഫിനാൻസ്, ഇലക്ട്രിക്കൽസ് മേഖലകളിൽ ബജാജ് ഗ്രൂപ്പിനെ വളർത്തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക വികസനത്തിനും സംഭാവന നൽകുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ലോകത്തെ മുൻനിര ജനറിക് മരുന്ന് കമ്പനികളിൽ ഒന്നായി സൺ ഫാർമയെ ഉയർത്തിയ ദർശനശാലിയായ ബിസിനസ് നേതാവാണ് ദിലീപ് ശാംഘി. രാധാകിഷൻ ദമനി കുടുംബം ഇന്ത്യയിലെ ഏറ്റവും വലുതും വിജയകരവുമായ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ ഡി-മാർട്ടിന് തുടക്കമിട്ടതിലൂടെയും തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയുള്ള വിജയകരമായ വളർച്ചയിലൂടെയും പ്രശസ്തരാണ്. ഇന്ത്യയിലെ മുൻനിര IT സേവന കമ്പനികളിൽ ഒന്നായ HCL ടെക്നോളജീസിന് തുടക്കമിട്ടതിലൂടെയും ശിവ് നാടാർ ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ശിവ് നാടാർ കുടുംബം ആഗോളതലത്തിൽ ശ്രദ്ധേയരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിൽ ഒന്നായ ഭാരതി എയർടെല്ലിന് തുടക്കമിട്ടതിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ടെലികോം പ്രൊമോട്ടറാണ് സുനിൽ മിത്തൽ. കൂടാതെ ഭാരതി ഫൗണ്ടേഷൻ വഴി വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നു. സാവിത്രി ജിൻഡാലും കുടുംബവും സ്റ്റീൽ, പവർ, സിമന്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിലൊന്നായ ജിൻഡാൽ ഗ്രൂപ്പിനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും അതുവഴി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിത എന്ന പദവി നേടുകയും ചെയ്തു. ഗൗതം അദാനിയും കുടുംബവും അദാനി ഗ്രൂപ്പിന് തുടക്കമിടുകയും തുറമുഖങ്ങൾ, ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒന്നായി വളരുകയും ചെയ്തു. മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഒരു ആഗോള സ്ഥാപനമായി രൂപാന്തരപ്പെടുത്തുകയും റിഫൈനിങ്, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു.